സ്വന്തം ഭാര്യയെ വിട്ട് സ്വീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരുടെ ബിനാമിയാണ് പ്രശാന്ത്? ഈ തുടങ്ങിയ CPM-മായി ബന്ധപ്പെട്ട ദുരൂഹതകൾ CBI അന്വേഷിച്ചാൽ പുറത്തു വരും എന്ന് ഭയന്നാണ് CBI അന്വേഷണത്തെ എതിർക്കുന്നത്. പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ സർക്കാർ എടുത്തിരുന്നൊരു നയമുണ്ട്. കുടുംബം ആവശ്യപ്പെട്ടാൽ, ഏതെങ്കിലും കേസിൽ കുടുംബം ആവശ്യപ്പെട്ടാൽ ആ കേസ് CBIക്ക് പൊക്കോട്ടെ എന്നുള്ളൊരു നിലപാടാണ് ജനറലായി അന്നത്തെ കാലത്ത് എടുത്തിരുന്നത്. അപ്പോൾ ഇതിനെ CBI അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത് എന്തുകൊണ്ട്? സർക്കാരോ CPM-ഓ കുറ്റക്കാരല്ല, CPM നേതാക്കൾ ആരും ഇതിനകത്ത് ഇൻവോൾവ് അല്ല എങ്കിൽ ഒരു CBI അന്വേഷണം നടക്കുന്നതിന് സർക്കാരിന് എന്തിനാണ് എതിർപ്പ്? അത് കുടുംബത്തിൻ്റെ ആവശ്യമല്ലേ? ആ കുടുംബമല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തെ യഥാർത്ഥ കുറ്റവാളികളെ, കുഴപ്പക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഈ അന്വേഷണം കൊണ്ട് യാതൊരു ബലവും ഉണ്ടാകാൻ പോകുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് നടത്തുന്ന ഈ അന്വേഷണം കൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല. സർക്കാർ വലിയൊരു അലംഭാവം പുലർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി CEO പോലുമില്ല. പക്ഷേ പല ബഡ്ജറ്റുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി തുക പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു ശ്രമം, അല്ലെങ്കിൽ ഈ ഭൂമി കുംഭകോണത്തിന് വേണ്ടി ആസൂത്രിതമായി നടത്തിയ ഒരു ശ്രമം തന്നെയാണോ? ഉറപ്പായിട്ടും സർക്കാരിൻ്റെ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. കാരണം സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷം കഴിയുമ്പോൾ, 7 വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ പ്രകാരം TCOM, ഇതിൻ്റെ ഒരു പാർട്ട്ണറായ TCOM ഇത് ചെയ്തിട്ടുണ്ടോ, അവരുടെ ജോലി നിർവഹിച്ചിട്ടുണ്ടോ, ചെയ്തില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥകൾ ഇതിനകത്തുണ്ട്. അതൊന്നും ഒരു സമയത്തും പരിശോധിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് അതിനുള്ള തീരുമാനം എടുത്തത് ഈ ഭൂമി കച്ചവടത്തിന് വേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ചോദ്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതാണ് TCOM-ന് എന്തിൻ്റെ പേരിലാണ് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് പറയുന്നത്. വ്യവസ്ഥകൾ പ്രകാരം ഈ ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാത്തത് TCOM-ആണ്. അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ആ വീഴ്ച വരുത്തിയ അവരുടെ കയ്യിൽ നിന്നും മുഴുവൻ നഷ്ടപരിഹാരം ഈടാക്കാം, സർക്കാരിന് ചിലവാക്കിയ പൈസ അടക്കം ഈടാക്കാം എന്ന് വ്യവസ്ഥയുണ്ട്. ഞാൻ ആ വ്യവസ്ഥയാണ് നേരത്തെ വായിച്ചത്. ആ വ്യവസ്ഥ നിലവിലുള്ളപ്പോൾ TCOM-ന് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഇത് എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ള കാരണം ഈ ഭൂമി പെട്ടെന്ന് വേറെ ആർക്കോ കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അല്ലല്ല, അതൊക്കെ വെറുതെ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് UAE ഗവൺമെൻറ്റിന് എന്താ ഇതിനകത്ത് കാര്യം? ഇതിനകത്ത് എന്താ കാര്യം? UAE എന്തിനാണ് നമ്മളോട് പിണങ്ങുന്നത്? ഇവിടെ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ട് ആ എഗ്രിമെൻ്റ് പാലിച്ചില്ല, വ്യവസ്ഥകൾ പാലിച്ചില്ല എങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കേണ്ടതിന് പകരം അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അതിന് ഒരു ന്യായീകരണമില്ലല്ലോ, ഒരു ന്യായം ആരും പറയുന്നില്ലല്ലോ. എന്നിട്ട് ക്യാബിനറ്റിൽ കുറേ ഐറ്റം പാസ്സാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി പാസ്സാക്കി ആ കൂട്ടത്തിൽ വിവരം പുറത്തു പറഞ്ഞേക്കാണ്. ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു വലിയ പദ്ധതിയാണ്. ആ പദ്ധതി വൺ ഫൈൻ മോർണിംഗ് അവസാനിപ്പിച്ച് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത് ഈ ഭൂമി വീണ്ടെടുക്കാൻ പോകാമെന്നാണ്. വ്യവസായ മന്ത്രി പറഞ്ഞത് പദ്ധതി അവസാനിക്കുന്നില്ല, നിരവധി കമ്പനികൾ നിൽക്കുന്നു എന്നെല്ലാമാണ്. അല്ല, അത് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമല്ലല്ലോ, അത് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമല്ല. പദ്ധതി അവസാനിക്കുകയാണ്, പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് അല്ലേ? പദ്ധതി അവസാനിപ്പിച്ച് ഭൂമി ഫ്രീ ആക്കുക. ആ ഭൂമി ഫ്രീ ആക്കലാണ് പ്രശ്നം. അതിനു വേണ്ടിയിട്ടാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത്. അത് കാണാം നമുക്ക്. ഉറപ്പാണല്ലോ, ഞങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞല്ലോ ഓൾറെഡി. ഇനി വേണമെങ്കിൽ റിട്ടേൺ ആയിട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കാം. പക്ഷെ സർക്കാരിൻ്റെ ഭാഗം സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറയണ്ടേ? നമ്മൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ല, ഒരു എഗ്രിമെൻറ്റ്, അതിലെ വ്യവസ്ഥകൾ, അതിലെ നോൺ പെർഫോമർ ആരാണ്? പെർഫോം ചെയ്യാത്ത ആരാണ്? TCOM-ആണ് അല്ലേ? എന്നിട്ട് എന്തിനാണ് TCOM-ന് നേരത്തെ ചോദിച്ച ചോദ്യം അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നത് അല്ലേ? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. എന്നിട്ട് നമുക്ക് മുഖ്യമന്ത്രിക്ക് വിശദമായ കത്തെഴുതാം. സർക്കാരിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ന്യായം പറയട്ടെ, ന്യായം പറയണ്ടേ, നമ്മൾ അറിയണ്ടേ? അതാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. വലിയ ദുരൂഹതകളാണ്. ഇത് ഒരു ഗൗരവതരമായ ഒരു ചർച്ച. ഞാൻ അറിഞ്ഞത്
എൻ്റെ അറിവ് പല മന്ത്രിമാർക്കും അറിയില്ല, പല കക്ഷികൾക്കും അറിയില്ല. അപ്പോൾ LDF ചർച്ച ചെയ്തിട്ടില്ല. അത് അവരുടെ ഇഷ്ടം, ചർച്ച ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അവരുടെ ഇഷ്ടം. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പ്രതിപക്ഷം കൂടി അറിയണമല്ലോ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന്. പൊതുസമൂഹം അറിയണ്ടേ? അത്രമാത്രം സ്റ്റേക്കുള്ളൊരു മാറ്ററല്ലേ, അറിയണം. പദ്ധതി ഉപേക്ഷിക്കുന്നു, ഭൂമി കുംഭകോണമൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇപ്പോഴുണ്ട്. ഇപ്പോൾ ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. അത്തരം സാധ്യതകൾ തേടുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവരൊറ്റ തീരുമാനമാണ്, പദ്ധതി അവസാനിപ്പിക്കുക, T-COMന് നഷ്ടപരിഹാരം കൊടുത്ത് പിരിച്ചുവിടുക, എന്നിട്ട് ഭൂമി ഫ്രീ ആക്കുക, ഭൂമി വേറെ ആളുകൾക്ക് കൊടുക്കുക. ഇത്രയുള്ള അജണ്ട. അങ്ങനെയാണോ ഒരു എഗ്രിമെൻറ്റ് ക്ലോസ് ചെയ്യുന്നത്, ഒരു പ്രോജക്റ്റ് ക്ലോസ് ചെയ്യുന്നത്? അങ്ങനെയാണോ? പിന്നെ എന്തിനാണ് ഇതിനകത്ത് ഈ വ്യവസ്ഥകൾ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത്? എഗ്രിമെൻറ്റിൽ മുഴുവൻ വ്യവസ്ഥകൾ എന്താണ്? എഗ്രിമെൻറ്റ് ക്ലോസ് 7ഉം ക്ലോസ് 11ഉം ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഞാനെല്ലാം വായിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ഉണ്ട്. ഡിഫോൾട്ട്സ് ഓഫ് T-COM എന്ന് പറഞ്ഞിട്ട് 722A B C എല്ലാം ഉണ്ട്. അതുകൂടാതെ 11(2)A B ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം T-COMൻ്റെ ബാധ്യതകളാണ് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ബാധകമല്ല, എഗ്രിമെൻറ്റിൻ്റെ ഈ വ്യവസ്ഥകളൊന്നും ബാധകമല്ല. ഇത് എല്ലാ പാർട്ടിയും കൂടി എഗ്രിമെൻറ്റ് വച്ചതല്ലേ. അല്ല, വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിച്ച് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞയക്കാൻ പറ്റില്ല. അത് പറ്റില്ല. വ്യവസ്ഥകൾ പാലിക്കണം. സർക്കാർ ഇതിൻ്റെ അകത്ത് സുതാര്യമായി കാര്യങ്ങൾ ചെയ്യണം. യഥാർത്ഥ സ്ഥിതി എന്താണ് വ്യക്തമാക്കണം. അവ്യക്തതകളാണ് കംപ്ലീറ്റ്. സുതാര്യമല്ല ഇടപാട്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രം നടന്നിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. അത് നടക്കില്ല. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് കറക്റ്റാണ് പറഞ്ഞത്. അതാണ്, അതായത് 2005 MOUവിൽ കുറേ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു. അത് ഇവർ 2007 വന്നപ്പോൾ മാറ്റി. പക്ഷേ 2007 ആ എഗ്രിമെൻ്റ് ആണല്ലോ ഇപ്പോൾ ഉള്ളത്. 2007 അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വെച്ച എഗ്രിമെൻറ്റിലെ ക്ലോസ് 7, 11 അതാണ് T-COMൻ്റെ ബാധ്യതകളെക്കുറിച്ച് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഡിഫോൾട്ട്സ് ഓഫ് T-COM എന്ന് പറഞ്ഞിട്ട് 722A B C, പിന്നെ വീണ്ടും B 722B, അങ്ങനെ 11(2) പല എഗ്രിമെൻ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, എനി ബ്രീച്ച് ഓഫ് വാറണ്ടി ഓഫ് T-COM കണ്ടെയ്ൻഡ് ഇൻ ദിസ് എഗ്രിമെൻറ്റ്, എനി ബ്രീച്ച് ഓഫ് എനി കവനൻ്റ് ഓർ എഗ്രിമെൻറ്റ് ഓഫ് T-COM കണ്ടെയ്ൻഡ് ഇൻ ദിസ് എഗ്രിമെൻറ്റ്. അതായത് T-COM ആൻഡ് ഇറ്റ്സ് പെർമിറ്റഡ് അഫിലിയേറ്റ്സ് ഷാൽ ബി ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ. എന്ത് ചെയ്താൽ? എനി ബ്രീച്ച് ഓഫ് വാറണ്ടി നടത്തിയാൽ, അല്ലെങ്കിൽ ഈ കവനൻറ്റിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ ഏതെങ്കിലും പ്രൊവിഷൻ ലംഘിച്ചാൽ അവർ ബാധ്യതയാണ്. എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്ലിയറായിട്ടുള്ള വയലേഷനാണ്. അതാണ് നിങ്ങളുടെ ചോദ്യം. രണ്ടുപേരും ചോദിച്ച ചോദ്യത്തിലെ കണ്ടന്റ് അതാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ ലംഘനമാണ്. എന്നിട്ട് അങ്ങോട്ട് കൊടുക്കുക. സംഭവം ഭൂമി ഫ്രീ ആക്കാൻ, അത് മനസ്സിലാക്കിക്കുന്നു. ഭൂമി ഫ്രീ ആക്കി ആർക്കോ കൊടുക്കാമെന്ന് ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ്. ഇത് ആളുകളെ വെല്ലുവിളിക്കാണല്ലോ CPM. വെല്ലുവിളിക്കാണ് ജനം. ഞങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിച്ചില്ലേ, യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയെ 5 പ്രാവശ്യം ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. അവൻ്റെ സ്വാധീനക്കുറവുള്ള കാല് ഷൂ ഇട്ട് ചവിട്ടി പിടിച്ച് അവൻ്റെ തലയ്ക്ക് ഇരുമ്പോടി വെച്ച് അടിച്ചു. അറസ്റ്റ് ചെയ്ത പോലീസ്. ഈ സെക്രട്ടേറിയറ്റിൻ്റെ പിണറായി വിജയൻ ഇരിക്കുന്നതിൻ്റെ മൂക്കിൻ്റെ താഴെയല്ല ഇത്രയും വലിയ അക്രമം നടന്നത്. ഒരു ക്യാമ്പസിൽ പഠിക്കാൻ കുട്ടികളെ വിടുമ്പോൾ അവരെ കൊണ്ടുപോയി ഇടിമുറിയിൽ സ്വാധീനക്കുറവുള്ള ഒരുത്തിനെ കൊടിമരത്തിൽ കയറി കൊടിയേറ്റാൻ പറ്റിയില്ല എന്ന് പറയുന്നത് തല്ലുക. എന്നിട്ട് ആ പ്രതികൾ എല്ലാ ദിവസവും സ്റ്റേഷനിൽ വരിക, പോലീസ് പറയുക പ്രതികളെ കിട്ടാനില്ല. എല്ലാ ദിവസവും കോളേജിൽ വന്ന് ഈ പരാതി കൊടുത്ത ആളുകളെ ഭീഷണിപ്പെടുത്തുക. പരാതി കൊടുത്ത ആളുകൾക്ക് കോളേജിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. ഗുണ്ടകൾ കോളേജിൻ്റെ അകത്ത്. അവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ കേട്ടാൽ നമുക്ക് മലയാളിയാണെന്ന് വിചാരിക്കാൻ അപമാനം തോന്നും. 2.5 വയസ്സുള്ള കുഞ്ഞിനോട് ഈ ക്രൂരത കാണിക്കാൻ പാർട്ടിക്കാരെ മുഴുവൻ നിയമിക്കുകയാണ് അവിടെ തോന്നിയതുപോലെ. എല്ലാം ബാക്ക് ഡോർ അപ്പോയിൻമെൻ്റാണ്, പിൻവാതിൽ നിയമനമാണ്. എന്നിട്ട് 3 പ്രാവശ്യം ഇതുപോലത്തെ കുറ്റം ചെയ്തതിൻ്റെ
പേരിൽ മാറ്റിയ ഒരു സ്ത്രീയെ, CPM നേതാവിൻ്റെ ഭാര്യയെ സ്വാധീനം ഉപയോഗിച്ച് തിരിച്ചു വീണ്ടും കൊണ്ടുവന്നു. അവർ 4ാമത് ചെയ്ത കുറ്റകൃത്യമാണിത്. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പാർട്ടിക്കാരാണെങ്കിൽ എന്ത് തോന്നിവാസവും കാണിക്കാം, എന്ത് ധിക്കാരവും കാണിക്കാം, എന്ത് അസംബന്ധവും കാണിക്കാം. റോഡ് അടച്ചു കെട്ടി പരിപാടി നടത്തിയിട്ട് അതൊരു പാർട്ടി സെക്രട്ടറി പോയി ഉദ്ഘാടനം ചെയ്യുക. പാർട്ടി സെക്രട്ടറി പോയി, നമ്മളൊക്കെയാണെങ്കിൽ ആ പരിപാടിക്ക് പോകില്ലല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു പരിപാടി നടത്തുന്നതിന് മുമ്പ് അതിൻ്റെ അനുമതി മേടിച്ച് ചോദിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടല്ലേ ചെയ്യുള്ളൂ. ഇത് എടുക്കോ? മുഴുവൻ ആളുകളും വഴിയിൽ കിടന്ന് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ധിക്കാരമാണ്, അധികാരത്തിൻ്റെ അഹങ്കാരമാണ്. ഞങ്ങൾക്ക് നിയമങ്ങൾ ബാധകമല്ല എന്നുള്ള ആ ഒരു ഇതാണ്. അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് കേരളത്തിൽ നടക്കുന്നത്. അത്തരം ആരോപണങ്ങൾ വരുമ്പോൾ വിജിലൻസ് അന്വേഷണമാണ് വേണ്ടത്. ഒരാൾക്ക് നമ്പർ ഇട്ട് കൊടുക്കാൻ 50 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചെന്ന് വെച്ചാൽ അത് വിജിലൻസിന് വിടണ്ടേ അപ്പം തന്നെ. പിന്നെ ചർച്ച വേണം. ആരായാലും, ഏത് കൗൺസിലറായാലും, ഏത് പാർട്ടിക്കാരനായാലും. ഒരു കെട്ടിടം പണിതിട്ട് നമ്പർ ഇടാൻ കോർപ്പറേഷനിൽ പോകുന്ന നമ്പർ ഇടാൻ 50 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പം തന്നെ വിജിലൻസിന് വിടണം. പിന്നെ ആലോചിക്കാനില്ല. ആരാണ് ചോദിച്ചതെന്ന് വെച്ചാൽ അവരെ അകത്ത് പോട്ടെ, ഏത് പാർട്ടിക്കാരായാലും. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല, എനിക്ക് അറിയില്ല. കേരളയിൽ വീണ്ടും സജീവമായി വരികയാണ്. ഇന്നലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വളരെ പോസിറ്റീവായി ചർച്ച എന്നാണ് കേരളയിൽ കോർപ്പറേഷൻ പറയുന്നത്. നേരത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് മുന്നോട്ടാണോ, അല്ലെങ്കിൽ അത് അതിന് ഞങ്ങളുടെ നിലപാട് കേന്ദ്ര അനുമതി വാങ്ങിച്ചു